ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇന്നും ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ്, വേർഡ്സ് ഒക്കെ തന്നെയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒന്ന് രണ്ട് വേർഡ്സും അതും നമ്മൾ ഇതിൽ കൂടെ കാണും. അതിന് പറ്റുന്ന വേറെ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ നമ്മുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഒന്ന് കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ഡിഫറെൻറ്റ് വൊക്കാബുലറി ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ നമുക്ക് പരിചയമുള്ള സാധാരണ എക്സ്പ്രഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തേത് എന്താണെന്ന് നോക്കാം. ഡ്രോ ടു എ ക്ലോസ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെ. ഡ്രോ ടു എ ക്ലോസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ പേര് പോലെ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്മിങ് ടു ആൻ എൻഡ്, ഗ്രാജുവലി കമ്മിങ് ടു ആൻ എൻഡ്, പതിയെ പതിയെ കഴിയുന്നു, അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് എടുത്തിരിക്കുന്നത് അഗെയിൻ റിലേറ്റഡ് ടു ദ ശബരിമല. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ന്യൂസിൽ നിന്നാണ്. അപ്പം ഇവിടെ പറയണത് എന്താണ്? ദ ആനുവൽ പിൽഗ്രിമേജ് സീസൺ ഡ്രോ ടു എ ക്ലോസ് വിത്ത് സോ ആൻഡ് സോ. വിത്ത് ഇന്ന ഇന്ന കാര്യങ്ങളോടുകൂടി അത് എൻഡ് ചെയ്യുവാണ്, പതിയെ തീരുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഡ്രോ ടു എ ക്ലോസ് എന്ന് നമുക്ക് ടുഗെദർ ഒരു കാര്യം എൻഡ് ചെയ്യണതിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സിംപ്ലി എൻഡ് ചെയ്യുന്നു എന്ന് പറയണതിന് പകരം ഡ്രോ ടു എ ക്ലോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ മീറ്റിംഗ് വിൽ ഡ്രോ ടു എ ക്ലോസ് ഇൻ 10 minutes. 10 മിനിറ്റ് കൊണ്ട് മീറ്റിംഗ് തീരും, പതിയെ തീരും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അണ്ടർസ്കോർഡ്. അണ്ടർലൈൻഡ് എന്നുള്ള വേർഡ് നമ്മൾ എപ്പോഴും ഇപ്പം പഠിക്കുന്ന സമയത്ത് കുട്ടികളാണ് എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് അണ്ടർലൈൻ ദിസ് പെർട്ടിക്കുലർ സെന്റൻസ്, അല്ലെങ്കിൽ അണ്ടർലൈൻ ദ ഹെഡിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അടിവരയിടുക. അണ്ടർലൈനിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അണ്ടർസ്കോർഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ഇന്ത്യൻ ഓഷ്യൻ. അത് അടിവരയിട്ട് പറയുകയാണ്. ഐ വോണ്ട് ടു അണ്ടർസ്കോർ ദിസ് പോയിന്റ്, അതായത് അടിവരയിട്ട് നമ്മൾ പറയുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ്? അണ്ടർസ്കോർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അണ്ടർസ്കോർഡ്, അണ്ടർലൈൻഡ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അണ്ടർസ്കോർഡ്. അടുത്തത് ആദ്യമേ സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ദ മൂവ് ടുവേർഡ്സ് ജെൻഡർ ന്യൂട്രാലിറ്റി ഈസ് എ കമന്റബിൾ സ്റ്റെപ്പ്. ഇപ്പം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന വേർഡ് കമന്റബിൾ എന്നുള്ളതാണ്. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി ഫോളോ ചെയ്യുക എന്നുള്ള ആ ഒരു തീരുമാനം, അതിനേക്കുള്ള മൂവ് ഉദ്ദേശിക്കുന്നതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി ഫോളോ ചെയ്യാനുള്ള ആ ഒരു തീരുമാനം വളരെയധികം പ്രശംസനീയമാണ്. കമന്റബിൾ എന്നാണ്. കമന്റബിളിന്റെ അർത്ഥം പ്രശംസനീയം എന്നാണ്. ഓക്കെ, കമന്റബിൾ മീൻസ് പ്രശംസനീയം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് രണ്ട് സെന്റൻസസ് നോക്കാം. ഹെർ ഡെഡിക്കേഷൻ ഈസ് കമന്റബിൾ. അവളുടെ ആത്മാർത്ഥത, അവളുടെ കഠിനാധ്വാനം, അവളുടെ പരിശ്രമം, അവളുടെ അതിലേക്കുള്ള ആത്മാർത്ഥത പ്രശംസനീയമാണ്. എന്തിലേക്കെങ്കിലും അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഹെർ ഡെഡിക്കേഷൻ ടുവേർഡ്സ് വർക്ക് ഈസ് കമന്റബിൾ. ഹെർ ഡെഡിക്കേഷൻ ഇൻ സ്റ്റഡീസ് ഈസ് കമന്റബിൾ. അല്ലെങ്കിൽ എന്ത് വേണേ ആയിക്കൊള്ളട്ടെ, ആ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ഇൻ മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് കമന്റബിൾ. എന്ത് വേണേ നമുക്ക് പറയാം. കമന്റബിൾ എന്ന് പറഞ്ഞാൽ പ്രശംസനീയം. Okay, it's commendable how you manage the household so efficiently. ഇത് നമുക്ക് ഹോം വർക്കേഴ്സിനോടൊക്കെ പറയാവുന്ന ഒരു സെന്റൻസ് ആണ്. എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ് ഇത്രയും ഭംഗിയായി, എത്ര എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നു, അത് പ്രശംസനീയമാണ്. ആ ഒരു പ്രവൃത്തി പ്രശംസനീയമാണ്. ഓക്കെ, അടുത്തത് മെമ്പേഴ്സ് ലോക്ക് ഹോൺസ് ഇൻ ദ മീറ്റിംഗ്. ലോക്ക് ഹോൺസ് എന്ന് പറഞ്ഞാൽ കൊമ്പ് കോർക്കുക. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. മെമ്പേഴ്സ് ലോക്ക് ഹോൺസ് ഇൻ ദ മീറ്റിംഗ്, കൊമ്പ് കോർത്തു. ഇതിനകത്ത് മീറ്റിംഗിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് തമ്മിൽ വഴക്ക് കൂടുന്നതിന് നമ്മൾ കൊമ്പ് കോർക്കുക എന്ന് പറയും. അതാണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദേർ. അണ്ടർവേ, നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു വേർഡാണ് അണ്ടർവേ എന്ന് പറയുന്നത്. അണ്ടർവേ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ആൻഡ് ഇൻ പ്രോഗ്രസ്. ഹാവിംഗ് സ്റ്റാർട്ടഡ് ആൻഡ് ഇൻ പ്രോഗ്രസ്, അതായത് തുടങ്ങിക്കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. The construction of the new dam is underway. The construction of the new building is underway എന്ന് പറഞ്ഞാൽ
തുടങ്ങിക്കഴിഞ്ഞു, ഹാവിങ് സ്റ്റാർട്ടഡ് തുടങ്ങിക്കഴിഞ്ഞു, ആൻഡ് ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നു, തുടങ്ങിക്കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു, അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അണ്ടർവേ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ദ പ്രിപ്പറേഷൻ ഫോർ ടുനൈറ്റ്സ് ഡിന്നർ ഈസ് ഓൾറെഡി അണ്ടർവേ. സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് പറഞ്ഞാണ്, ഇന്ന് രാത്രിയിലേക്കുള്ള ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി അണ്ടർവേ ആണ്. അണ്ടർവേ ആണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? തുടങ്ങിക്കഴിഞ്ഞു, തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു, തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത അനദർ നല്ലൊരു എക്സ്പ്രഷൻ ആണ് ഇൻ ദ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലൈൻ, ദിസ് ഈസ് ദ സെന്റൻസ്, എ വാട്ടർവേ ഫ്രം കോവളം ടു ബേക്കൽ ഈസ് ഇൻ ദ പൈപ്പ് ലൈൻ. എ വാട്ടർവേ ഫ്രം കോവളം ടു ബേക്കൽ ഈസ് ഇൻ ദ പൈപ്പ് ലൈൻ, അതായിരുന്നു ന്യൂസ്. അപ്പൊ ഇൻ ദ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾക്കിടയിൽ, അതായത് തീരുമാനിച്ചു, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റെപ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് നടപടിക്രമങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് ബീങ് പ്ലാൻഡ് ഓർ ഡെവലപ്ഡ്, അതായത് അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ്, അതിന് തുടങ്ങിയില്ല, അത് തുടങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രോസസ് ഓഫ് ബീങ് പ്ലാൻഡ് ഓർ ഡെവലപ്ഡ്. ഓക്കെ, ദർ ഇസ് എ ന്യൂ പ്രോജക്ട് ഇൻ ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ അതായത് ഒരു പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കും. പ്ലാനിങ് ഏകദേശം എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു, സംസാരിച്ചു തുടങ്ങി, ഫൈനലൈസ് ചെയ്തിട്ടില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദർ ഇസ് എ ന്യൂ പ്രോജക്ട് ഇൻ പൈപ്പ് ലൈൻ. ഓക്കെ, ഹാമ്പേർഡിന് പകരം നമ്മൾ ഒത്തിരി വേറെ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഹിൻഡേർഡ് എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്കീം ഹാമ്പേർഡ് ബൈ പുവർ റിസോഴ്സസ്. ഹാമ്പേർഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. എ സ്കീം ഹാമ്പേർഡ് ബൈ പുവർ റിസോഴ്സസ്, റിസോഴ്സസിന്റെ അഭാവം കാരണം ആ സ്കീം തടസ്സപ്പെട്ടു എന്നാണ് അർത്ഥം. തടസ്സപ്പെട്ടു. ഓക്കെ, അനദർ ഇമ്പോർട്ടന്റ് വൺ, ഹഷ് അപ്പ് ആൻഡ് ഹഷ് ഇറ്റ് അപ്പ്. ഹഷ് അപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത കാര്യം അതങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുക, ആരും അറിയണ്ട. അപ്പൊ ഒരാളോട് നമ്മൾ പറയാം മിണ്ടാതിരിക്കുക, അത് കേൾക്കരുത്, വേറെ ആരും കേൾക്കരുത്, ലെറ്റ് ഇറ്റ് ബി വിത്ത് യു, നീ ആരോടും പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹഷ് ഇറ്റ് അപ്പ് എന്ന് നമ്മൾ പറയും. സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് സംതിങ്, എന്തെങ്കിലും കുറിച്ച് സംസാരിക്കരുത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹഷ് ഇറ്റ് അപ്പ്. അല്ലെങ്കിൽ ട്രൈങ് ടു ഹഷ് അപ്പ് ദ ക്രൈം. ഹഷ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ അറിയുന്നതിൽ നിന്ന് വിലക്കുക, പ്രിവെന്റ് ചെയ്യുക. ടു ബി ക്വയറ്റ് എന്നുള്ള മീനിങ്ങും ഉണ്ട്. ഹഷ് അപ്പ്, പ്ലീസ് ഹഷ് അപ്പ്, ഐ വോണ്ട് ടു ഡിസ്കസ്, നമ്മൾ കാണും, സെന്റൻസ് ഇപ്പോൾ കാണും. അപ്പൊ ഹഷ് അപ്പ് എന്ന് പറഞ്ഞാൽ വി റിമൈൻ ക്വയറ്റ് എന്നുള്ള മീനിങ് ആണ്, മിണ്ടാതിരിക്കൂ എന്നുള്ള മീനിങ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി പറയാൻ പോകുന്ന ആളെ നമ്മൾ തടഞ്ഞുകൊണ്ട് പറയുന്നു ഹഷ് ഇറ്റ് അപ്പ്, മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഐ ടോൾഡ് ഹിം ടു ഹഷ് അപ്പ്, ഞാൻ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പ്ലീസ് ഹഷ് അപ്പ്, വി ആർ ഡിസ്കസിങ് എ സീരിയസ് മാറ്റർ. മിണ്ടാതിരിക്കുക, ഞങ്ങൾ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നോക്കിക്കേ, ഹഷ് ഇറ്റ് അപ്പ്, വി ആർ നോട്ട് സപ്പോസ് ടു ടെൽ എനിവൺ. അത് വെളി പറയരുത്. ഹഷ് ഇറ്റ് അപ്പ്, അത് വെളി പറയരുത്. വി ആർ നോട്ട് സപ്പോസ് ടു ടെൽ എനിവൺ, ആരോടും പറയാൻ പാടില്ല. വി ആർ നോട്ട് സപ്പോസ് ടു, പറയാൻ പാടില്ല, നമ്മളത് വേറെ ആരോടും പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ മറ്റൊരാൾ അറിയണ്ട എന്നുള്ളൊരു കാര്യം നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ആരെങ്കിലും ഇത് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അവരോട് പറയാം ഹഷ് ഇറ്റ് അപ്പ്. ഓക്കെ, അടുത്തത് ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റീസ്. ഗ്രാസ് റൂട്ട്സ് ലെവൽ, വി റീഡ് ടു വർക്ക് ഫ്രം ദ ഗ്രാസ് റൂട്ട്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് അവർ സൊസൈറ്റി. സൊസൈറ്റിയെ നന്നായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താണ്? താഴേക്കിടയിൽ നിന്ന്, ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലോവസ്റ്റ് ലെവലിൽ നിന്ന്, ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ താഴേക്കിടയിലുള്ള എന്നുള്ളതാണ് ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റീസ് കുഡ് ബി ട്രാൻസ്ഫോർമേറ്റീവ്. പ്രോജക്ട് ഫോക്കസസ് ഓൺ സോൾവിങ് പ്രോബ്ലംസ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് ലെവൽ. അതായത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മാത്രമേ മുകളിലേക്ക് നമുക്ക് നന്നായി വരാൻ പറ്റുള്ളൂ. ഏതൊരു പ്രോബ്ലത്തിന്റെയും ഏറ്റവും അതിന്റെ സോൾവിങ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നടക്കണമെങ്കിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റി ട്രാൻസ്ഫോർമേറ്റീവ് ആകണം എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം ഭംഗിയായ രീതിയിൽ, വളരെ വ്യത്യാസമുള്ള രീതിയിൽ, ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് താഴേക്കിടയിൽ നിന്ന്, ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് സംതിങ്. അത് മീനിങ്ങും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന എസ്സേസ് ഒക്കെ എഴുതുമ്പം അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുമ്പോൾ നോക്കി വെക്കാവുന്ന ഒരു വേർഡാണ് കട്ടിംഗ് എഡ്ജ്. India will work with the European Union to develop cutting-edge technologies. അതായത് എന്താ അർത്ഥം? കട്ടിംഗ് എഡ്ജിന്റെ മീനിങ്, കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നതിനെ
ആ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ കട്ടിംഗ് എഡ്ജ് ഒരു അഡ്ജക്റ്റീവ് ആണ്, മീൻസ് ഒരു നൗണിന് മുൻപ് വേണം അതിനെ യൂസ് ചെയ്യാൻ. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ്. ഈ ഹൈലി അഡ്വാൻസ്ഡ്, മോസ്റ്റ് മോഡേൺ എന്നുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതിന് പകരം നമുക്ക് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് എന്ന് പറയാം. ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജീസ് അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് എന്ന് പറയുന്നതിന് പകരം കട്ടിംഗ് എഡ്ജ് എന്ന് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കട്ടിംഗ് എഡ്ജിന്റെ മീനിങ് എന്താണ്? ഏറ്റവും നൂതനമായ എന്നുള്ളൊരു മീനിങ്, ആ ഒരു രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ. മോസ്റ്റ് മോഡേൺ, ഏറ്റവും പുതിയത് എന്നുള്ള മീനിങ്. ഓക്കെ. അപ്പം ഇന്ത്യ വിൽ വർക്ക് വിത്ത് ദ യൂറോപ്യൻ യൂണിയൻ ടു ഡെവലപ്പ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമുക്ക് സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് നോക്കാം. Their house renovation was done with cutting edge designs and materials. അവരുടെ ഹൗസ് റെനോവേഷന് പറ്റുന്ന മറ്റൊരു വേർഡ് വീഡിയോ തീരാറാവുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. അപ്പം റെനോവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ്? പുതുക്കി പണിയുക, റെനോവേഷൻ എന്ന് പറഞ്ഞു. അവരുടെ ഹൗസ് റെനോവേഷൻ അവർ ചെയ്തിരിക്കുന്നത് മീൻസ് കംപ്ലീറ്റഡ് ആണ്, ചെയ്തിരിക്കുന്നത് കട്ടിംഗ് എഡ്ജ് ഡിസൈൻ. അതായത് കട്ടിംഗ് എഡ്ജിന്റെ മീനിങ് എന്തായിരുന്നു? ഹൈലി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസും മെറ്റീരിയൽസും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ നൂതനമായ ഡിസൈൻസും മെറ്റീരിയൽസും യൂസ് ചെയ്താണ് അവരുടെ ഹൗസ് റെനോവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യ ഈസ് ഓൺ ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് നമ്മുടെ വേൾഡിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മാറ്റർ ആണ് അല്ലെ. അതിനെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിൽ ഒന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് ന്യൂസ് പേപ്പറിൽ ഒരു എന്താണ് ഒരു ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന പോയിന്റ് ആണിത്. ഇന്ത്യ ഈസ് ഓൺ ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻനിര. ഫ്രണ്ട് ലൈൻ എന്ന് വെച്ചാൽ മുൻനിര. അപ്പൊ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ മുൻനിരയിലുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യയും. ഇന്ത്യ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യ മാത്രമല്ല, വേറെ കൺട്രീസ് ആണ്, പക്ഷെ ഇന്ത്യ മുന്നിലുണ്ട്. ഇന്ത്യ ഈസ് ഓൺ ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ. ഇനി നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോമൺ സെന്റൻസ്. പേരന്റ്സ് ആക്ട് ആസ് ദ ഫ്രണ്ട് ലൈൻ എഡ്യൂക്കേറ്റേഴ്സ് ഷേപ്പിംഗ് ദെയർ ചൈൽഡ്സ് ഏർലി ലേണിംഗ് ഹാബിറ്റ്സ്. കുട്ടിയുടെ ലേണിംഗ് ഹാബിറ്റ്സിനെ ഏർലി ലേണിംഗ് ഹാബിറ്റ്സ് എന്നാ പറഞ്ഞത്. അപ്പം സ്കൂൾ ഈസ് അവർ സെക്കൻഡ് ഹോം എന്നാ പറയുന്നത്. അതിന് മുൻപ് തന്നെ കുട്ടിയുടെ ലേണിംഗ് ഹാബിറ്റ്സിനെ അതിനെ ഒന്ന് രൂപം പ്രാപിക്കുമ്പോൾ തന്നെ, ലേണിംഗ് ഹാബിറ്റ്സ് എന്നുള്ളൊരു സംഭവം തുടങ്ങുമ്പോൾ തന്നെ അതിനെ ഷേപ്പ് ചെയ്യുന്നത്, അതിനെ മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം ഒരു ഫ്രണ്ട് ലൈൻ എഡ്യൂക്കേറ്റേഴ്സ്, മുൻനിരയിൽ വരുന്ന ഒരാളാണ് പേരൻസ് എന്നാണ്. പേരൻസ് ആണ് ഫ്രണ്ട് ലൈൻ എഡ്യൂക്കേറ്റേഴ്സ്. കുട്ടിയുടെ ലേണിംഗ് ഹാബിറ്റ്സിനെ മോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പേരൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്തത് again another expression, to the tune of. To the tune of to the tune നമുക്കറിയാം മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആ ട്യൂൺ. ഇവിടെ നമ്മൾ ട്യൂൺ പറയണത് to the stated amount, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, അതാണ് to the tune of എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രയും എമൗണ്ട് എന്നുള്ളതാണ്. ഡെവലപ്മെന്റ് to the tune of rupees 10,000 crore will be carried out. Another phrasal verb ആണ്. ഓക്കെ. അതിപ്പോ പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞ മീനിങ് എന്താണ്? ഡെവലപ്മെന്റ് ടു ദ ട്യൂൺ ഓഫ് rupees 10,000 crore will be carried out. rupees 10,000 ക്രോറിന്റെ 10,000 ക്രോറിന്റെ ഡെവലപ്മെന്റ്, അതായത് ടു ദ ട്യൂൺ ഓഫ് rupees 10,000, ടു ദ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് rupees 10,000. 10,000 rupeesന്റെ 10,000 ക്രോറിന്റെ ഡെവലപ്മെന്റ് നടത്തും എന്നാണ് അതിനർത്ഥം. അതിനുള്ള ഡെവലപ്മെന്റ്സ് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The hotel has been refurbished to the tune of $1 million. The hotel has been refurbished. മുമ്പേ പറഞ്ഞു റെനോവേഷൻ പോലെ വേറൊരു വേർഡ് നമുക്ക് കാണാന്ന്. ആ വേർഡാണ് ഈ വേർഡ്, റിഫർബിഷ്. റിഫർബിഷിന്റെ മീനിങ് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടു ദ ട്യൂൺ ഓഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വരുന്നത്? ഹോട്ടല് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത്, റിഫർബിഷ് ചെയ്തിരിക്കുന്നത് $1 million എമൗണ്ടിലാണ്. ടു ദ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് പറഞ്ഞു വെച്ചിരിക്കുന്ന തുക, ടു ദ സ്റ്റേറ്റഡ് എമൗണ്ട്, ടു ദ ട്യൂൺ ഓഫ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തുകയ്ക്കാണ്. ഏത് തുകയ്ക്കാണ്? $1 million ഹോട്ടല് റിഫർബിഷ് ചെയ്തിരിക്കുന്നത്. സോറി, റിഫർബിഷിന് മീനിങ് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ. റിഫർബിഷ് എന്ന് പറഞ്ഞാല് റെനോവേഷൻ തന്നെയാണ്. അതിനെ റീഡിസൈൻ ചെയ്യുന്നു,
മോടി പിടിപ്പിക്കുക. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മോടി പിടിപ്പിക്കുക എന്നൊരു വാക്കില്ലേ, അതിന് റിഫർബിഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദ ഹോട്ടൽ ഹാസ് ബീൻ റിഫർബിഷ്ഡ് ടു ദ ട്യൂൺ ഓഫ് $1 million. ഹോട്ടലിൽ മോടി പിടിപ്പിച്ചിരിക്കുന്നത് $1 million സ്റ്റേറ്റഡ് എമൗണ്ടിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ റിഫർബിഷും ഒരു പുതിയ വേർഡ് നമ്മൾ പഠിച്ചു. റിഫർബിഷ് റെനോവേഷനും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഡെക്കറേഷനും ഉണ്ട്. ഓക്കെ, ഈ വേർഡ് ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലെവൽ, ഇന്ന റാങ്ക്, ഒരു ഓർഗനൈസേഷനിൽ ഇന്ന റാങ്കിലാണ്, ഇന്ന പോസ്റ്റിലാണ്, ഇന്ന നിലയിലാണ്, ഇന്ന തട്ടിലാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ ലെവൽ യൂസ് ചെയ്യും, റാങ്ക് യൂസ് ചെയ്യും ആണല്ലോ. ഓക്കെ, അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് എഷെലോൺ. ഇതാണ് എഷെലോൺ. എഷെലോൺ എന്ന് പറഞ്ഞാൽ ലെവൽ ഓർ റാങ്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ, സിസ്റ്റം ഓർ സൊസൈറ്റി. സൊസൈറ്റിയിലോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലോ ഈവൻ ഇൻ ആൻ ഓർഗനൈസേഷനിലുള്ള ഒരു നില അല്ലെങ്കിൽ ഒരു സ്ഥാനം, അതിനെയാണ് എഷെലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. The CEO is the highest echelon of company. കമ്പനിയിലെ ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നതിന് പകരം എഷെലോൺ നമുക്ക് യൂസ് ചെയ്യാം. She is working hard to reach the next echelon in her career. ഓക്കെ, എന്താണ് എഷെലോൺ? അടുത്ത തട്ടിലേക്ക് എത്താൻ, അടുത്ത ലെവലിലേക്ക് എത്താൻ, അടുത്ത റാങ്കിലേക്ക് എത്താൻ. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ്. അവള് കഠിനാധ്വാനം ചെയ്യുവാണ്. അവളുടെ കരിയറിലെ അടുത്ത ലെവലിലേക്ക് എത്താൻ വേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്യുവാണ്. അവിടെ നമുക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാം. എന്താണ്? എഷെലോൺ. അപ്പൊ ക്രോസ് കട്ടിങ്, നോട്ട് ക്രോസ് കട്ടിങ്, കട്ടിങ് എഡ്ജ്. ഓൾസോ കട്ടിങ് എഡ്ജും എഷെലോനും ഇൻ ദ പൈപ്പ് ലൈൻ, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കും. ഇത് ട്യൂൺ ഓഫ് ഒക്കെ ഓർത്തിരിക്കണം, നല്ലതാണ്. ഓക്കെ, റെഫർബിഷിന്റെ മീനിങ് ഇവിടെ തന്നിട്ടുണ്ട്. റെഫർബിഷ് എന്ന് പറഞ്ഞാൽ റെനോവേറ്റ് ആൻഡ് ഡെക്കറേറ്റ്, മോടി പിടിപ്പിക്കുക. റെനോവേറ്റ് ചെയ്യുന്നുണ്ട്, പുതുക്കി പണിയുന്നുണ്ട്, അതിനോടൊപ്പം അതിനെ ഡെക്കറേറ്റ് ചെയ്തു. ഓക്കെ, ഡിട്രാക്ടേഴ്സ്. ഡിട്രാക്ടേഴ്സിന് സെന്റൻസ് ഒന്നും തന്നിട്ടില്ല. ഇപ്പം എപ്പോഴും നമ്മൾ കാണുന്ന വേർഡ്സ് ആണ് ഡിട്രാക്ടേഴ്സ്. കേട്ടിട്ടില്ലാത്തവർ കേട്ടിരിക്കുക. ഡിട്രാക്ടേഴ്സ് ഓഫ് സംതിങ്, ക്രിട്ടിക്സ് പോലെ തന്നെയാണ്. ഡിട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിരോധികൾ, എപ്പോഴും മറ്റൊരാളെ അധിക്ഷേപിക്കുന്നവർ. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറഞ്ഞ ആളെ അധിക്ഷേപിച്ച് പറയുക. അധിക്ഷേപിക്കുന്നവരെ നമുക്ക് ഡിട്രാക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും, വിരോധികൾ എന്നും പറയാൻ പറ്റും. ഓക്കെ, എ സ്ലീവ് ഓഫ്, അതൊരു എന്താണ്, ഒരു നൗൺ ആണ്. ഒരു നമ്മള് ആൻ എമൗണ്ട് ഓഫ് എന്ന് പറയണതിന് പകരം എ സ്ലീവ് ഓഫ് മെഷേഴ്സ്, എ സ്ലീവ് ഓഫ് മെഷേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എ ലാർജ് എമൗണ്ട് ഓഫ്, എ നമ്പർ ഓഫ് എന്നുള്ളത് തന്നെയാണ് എ സ്ലീവ് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എ സ്ലീവ് ഓഫ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് വേർഡ്സ്, എക്സ്പ്രഷൻസ് ആൻഡ് ഇഡിയംസ്. ഇത് കിട്ടുന്ന പുതിയ പുതിയ വേർഡ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ്, എക്സ്പ്രഷൻസ് ആയിട്ട് കാണാം. ഇതിനകത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സും അധികം കേട്ടിട്ടില്ലാത്ത വേർഡ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ. കുട്ടികൾ അത് നോക്കി വെക്കുക. അവർക്ക് റൈറ്റിംഗ് ടാസ്ക് വരുമ്പം അത് ഏത് ലെവലിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഹെൽപ്ഫുൾ ആവും. See you soon with another helpful video. Till then, bye and thank you.